Hi, welcome to English Mithra. Welcome to FAQ session. അപ്പോൾ ഇന്നത്തെ FAQ സെഷനിലും നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചു ചോദിച്ചോളൂ. My study is about to finish. മൈ സ്റ്റഡി ഈസ് അബൌട്ട് ടു ഫിനിഷ് അത് കറക്റ്റ് അല്ല. നമ്മൾ മൈ സ്റ്റഡി ഈസ് അബൌട്ട് ടു ഫിനിഷ് എന്ന് പറയത്തില്ല. സ്റ്റഡി എന്ന് നമ്മൾ പറയും, നമ്മൾ സ്റ്റഡി റൂം ഒക്കെ ഇല്ലേ, അതിന് നമ്മൾ സ്റ്റഡി എന്ന് പറയും. പക്ഷെ എൻ്റെ പഠിത്തം കഴിയാറായി എന്നല്ലേ പറയുന്നത്. അപ്പം മൈ സ്റ്റഡീസ് ആർ അബൌട്ട് ടു ഫിനിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മളത് പറയാറില്ല. മൈ സ്റ്റഡീസ് ആർ അബൌട്ട് ടു ഫിനിഷ് അല്ലെങ്കിൽ ഐ എം അബൌട്ട് ടു ഫിനിഷ് മൈ സ്റ്റഡീസ്, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഐ എം അബൌട്ട് ടു ഫിനിഷ് മൈ സ്റ്റഡീസ് ആണ് ബെറ്റർ. മൈ സ്റ്റഡീസ് ആർ അബൌട്ട് ടു ഫിനിഷ് പറയാം, പക്ഷെ അങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ മൈ സ്റ്റഡി എന്ന് പറയില്ല. സ്റ്റഡി ഒരു വേർബാണ്. മൈ സ്റ്റഡി എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റഡി റൂം എന്നുള്ളൊരു ഐഡിയ ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഡിഡ് യു റോട്ട് വെൽ, ഇത് ശരിയാണോ? അല്ല, ഡിഡ് യു റോട്ട് വെൽ ശരിയല്ല. നമ്മൾ ഡിഡ് എന്നുള്ള വേർഡ് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വെർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് യു റൈറ്റ് വെൽ ആണ് കറക്റ്റ് ആയിട്ട് വരിക. പാസ്റ്റ് ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി അടുത്ത അഞ്ച് ചോദിച്ചോ. യുവർ ആപ്ലിക്കേഷൻ ഹാസ് അപ്രൂവ്ഡ്, യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യുവർ ആപ്ലിക്കേഷൻ ഹാസ് അപ്രൂവ്ഡ് തെറ്റാണ്. നമ്മൾ അങ്ങനെ പറയില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്തോ അപ്രൂവ് ചെയ്തിട്ടുള്ളത് പോലെ. ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു എന്നല്ലേ നമുക്ക് പറയേണ്ടത്. ആപ്ലിക്കേഷൻ അപ്രൂവ് അങ്ങനെയല്ലല്ലോ, ആയിട്ടുണ്ടെന്നല്ലേ പറയണ്ടേ. സോ ആ കേസിൽ നമ്മൾ യുവർ ആപ്ലിക്കേഷൻ ഹാസ് അപ്രൂവ്ഡ് എന്ന് പറയില്ല. അതിന് പകരം നമ്മൾ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്നാണ് പറയുന്നത്. അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ നമ്മൾ ഹാസ് അപ്രൂവ്ഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഹീ ഹാസ് അപ്രൂവ്ഡ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറയാം. അവൻ നിന്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു, അങ്ങനെ പറയാം, ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. സബ്ജക്റ്റിന്റെ അവിടെ യൂസ് ചെയ്യില്ല. ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്നേ പറയുള്ളൂ. ഇത് പാസീവ് ഫോം ആയതുകൊണ്ടാണ്. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറയുന്നത് പാസീവ് ഫോം ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ട്, ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. എന്തുകൊണ്ട് ഇവിടെ ഐ ഹാവ് ബീൻ വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ എന്ന് പറയാതിരുന്നത്? നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ആയി പോകുന്ന ഒരു കാര്യത്തിനാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഹാവ് വാച്ച്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൂവി മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ എന്നാണ് പറയാ. ഹാവ് ബീൻ നമ്മൾ യൂസ് ചെയ്യില്ല. ഹാവ് ബീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഒരു ആക്ഷൻ നടന്നു, ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറയാം. അപ്പോൾ കഴിഞ്ഞൊരു ആക്ഷനാണ്. അപ്പം ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. ഇനി നെക്സ്റ്റ്, ഹാവ് ഹാഡ് ഒരുമിച്ച് ഉപയോഗിക്കാമോ? ഹാവ് ഹാഡ് ഒരുമിച്ച് ഉപയോഗിക്കാം. അതായത് പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഹാവ് ബീൻ ഹാവിങ് എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ ഹാസ് ബീൻ ഹാവിങ് എന്ന് നമ്മൾ പറയില്ല. അതിന് പകരം നമുക്ക് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മളിപ്പം ഒരു ഐസ്ക്രീം ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പൊതുവെ എങ്ങനെ പറയാം? ഐ ഹാവ് ഈറ്റൻ ദിസ് ഐസ്ക്രീം ബിഫോർ എന്ന് പറയും. അതിന് ഈറ്റൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവിടെ ഹാഡ് യൂസ് ചെയ്യാം. അപ്പം ഐ ഹാവ് ഹാഡ് ദിസ് ഐസ്ക്രീം ബിഫോർ, അങ്ങനെ നമുക്ക് ഹാവ് ഹാഡ് അങ്ങനെ പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ ഹാസ് ബീൻ ഹാവിങ് അല്ലെങ്കിൽ ഹാവ് ബീൻ ഹാവിങ് എന്ന് പറയുന്നതിന് പകരം ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ്. ഇനി ഈറ്റൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഹാഡ് യൂസ് ചെയ്തിട്ട് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 5 ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞങ്ങളുടെ അടുത്ത് കോമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയാലും ഈ പറഞ്ഞതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ആ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സംസാരിക്കാൻ പഠിക്കാനായിട്ട്, അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് വീഡിയോസ് കണ്ട് പഠിക്കുന്നത് ഇറ്റ്സ് നോട്ട്, ഒരു പോയിന്റ് വരെ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ട്രെയിനറിനോടൊപ്പം തന്നെ 24 hours പേഴ്സണൽ അസിസ്റ്റൻസോട് കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണ്, ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രാക്റ്റീവ് സെഷനിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ, ദിസ് ഇസ് അഞ്ജു, signing off from English Mithra. Have a great day. Bye-bye. English Mithra. Stop worrying, start learning.